വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന തീം എന്താണ്? തീം എന്ന് പറയുന്നത് അതിൻ്റെ ആശയ സംഗ്രഹം എന്താണ്? ഒറ്റ വാക്കി പറയാം, വീണ്ടെടുപ്പ്. വീണ്ടെടുപ്പ് എന്ന തീമിനെ അടിസ്ഥാനമാക്കിയാണ് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ 39 പുസ്തകങ്ങൾ പഴയ നിയമ തിരുവെഴുത്തുകളാണ്, യഹൂദന്മാരുടെ മതഗ്രന്ഥമാണ്. പിന്നെയുള്ള 27 പുസ്തകങ്ങൾ പുതിയ നിയമമാണ്. അത് യേശുക്രിസ്തു ഭൂമിയിൽ വന്നതിന് ശേഷം യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ശിഷ്യന്മാരോ അവരുടെ ശിഷ്യന്മാരോ രചിച്ചതാണ്. യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് എഴുതിയ 39 പുസ്തകങ്ങളിൽ യേശുക്രിസ്തു വരാൻ പോകുന്നതിനെ കുറിച്ച് മുൻകൂട്ടി പ്രവചനം എഴുതി, വീണ്ടെടുപ്പിന്റെ വാഗ്ദാനം നൽകി. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ, ആദ്യം മനുഷ്യൻ പാപം ചെയ്തപ്പോൾ വിലക്കപ്പെട്ട കനി പറിച്ചു നിന്ന് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചപ്പോൾ, സാത്താന്റെ വഞ്ചനയ്ക്ക് വഴങ്ങിയപ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്: സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. അതാണ് മശിഹയെ കുറിച്ചുള്ള ബൈബിളിലെ ആദ്യത്തെ വാഗ്ദാനം. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. സ്ത്രീയുടെ സന്തതിയായി വന്നതാണ് യേശു ക്രിസ്തു. പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, പുരുഷനിൽ നിന്നുമല്ല, സ്ത്രീയിൽ നിന്ന് വന്ന യേശു ക്രിസ്തു. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന് തലയെ തകർക്കുമെന്ന് പറഞ്ഞ് നിറവേറിയത് കാൽവരി ക്രൂശിൽ യേശു യാഗമായി തീർന്നപ്പോഴാണ്. യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പോൾ അവന്റെ കാലിൽ ഇരുമ്പാണി അടിച്ചിറക്കിയെങ്കിലും ആ മുറിഞ്ഞ കാലുകൊണ്ട് ദുഷ്ടപിശാചിന്റെ തലയെ അവൻ ചവിട്ടി മെതിക്കുകയായിരുന്നു. വാഴ്ചകളെയും അധികാരങ്ങളെയും അവൻ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയ ഉത്സവം കൊണ്ടാടി. ക്രൂശിൽ നടന്നതാണ് ദുഷ്ടപിശാചിന്റെ തലയെ തകർത്തു. അതാണ് സ്ത്രീയുടെ സന്തതി. സ്ത്രീയുടെ സന്തതിയായി അവൻ വരാൻ കാരണം പാപം സ്ത്രീയിൽ കൂടിയാണ് ഈ ഭൂമിയിൽ പ്രവേശിച്ചത്. പാപം ഭൂമിയിൽ സ്ത്രീയിൽ കൂടെ വന്നതുകൊണ്ട് സന്തതി സ്ത്രീയുടെ സന്തതിയായിട്ടാണ് വന്നത്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന് തലയെ തകർക്കും, സർപ്പം അവരെ കുതികാല് മുറിക്കും എന്നാണ് പറഞ്ഞത്. യേശുവിന്റെ കാല് മുറിഞ്ഞ് ആ മുറിഞ്ഞ കാലുകൊണ്ടാണ് സർപ്പത്തിന്റെ തലയെ തകർക്കുന്ന ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് യേശു ക്രിസ്തു ജനിക്കുന്നതിന് 600 കൊല്ലം മുമ്പ് എഴുതിയതായ മീഖായുടെ പ്രവചനത്തിൽ, മീഖയുടെ പ്രവചനം 5-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് വായിച്ചേ. അക്ഷരറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വായിച്ചാട്ടോ. നീയോ ബേത്ലഹേമേ, അതെ, കർത്തൃദാസ്യം വായിച്ചു തുടങ്ങി. ബാക്കി കർത്താവിന്റെ ദാസനോട് പൂരിപ്പിച്ചു. ഐക്യതയോടെ അവർ നിൽക്കുന്നവരാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, നീയോ ബേത്ലഹേം എഫ്രാത്തേ, ഇസ്രായേലിന്റെ അധിപതി ആയിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച്, ആ സ്ഥലത്തെ കുറിച്ച് എഴുതിയിരിക്കുക. എന്തോ ബേത്ലഹേം എഫ്രാത്ത എന്ന് പറഞ്ഞാൽ 2 പേരുടെ പേരാ. എഫ്രാത്ത എന്നുള്ളത് അപ്പന്റെ പേരായിരുന്നു, ബേത്ലഹേം എന്നത് മകന്റെ പേരായിരുന്നു. അവര് പ്രഭുക്കന്മാരായിരുന്നു. അങ്ങനെ അപ്പന്റെയും മകന്റെയും പേരിൽ എഫ്രാത്തയുടെ മകനായ ബേത്ലഹേമിന്റെ പട്ടണമായിരുന്നു അത്. ആ പട്ടണത്തിലാണ് യാക്കോബ് റാഹേലിനെ കൊണ്ടുവരുമ്പോൾ ആ വാതുക്കൽ വെച്ചാണ് അവൾ മരിച്ചു പോയത്. പട്ടണ വാതുക്കൽ, അകത്തോട്ട് കയറാൻ കഴിഞ്ഞില്ല. അവിടെയാണ് എലീമലേക്കും നവോമി ജീവിച്ചിരുന്നത്.
ആ പട്ടണത്തെക്കുറിച്ച്, ചെറിയൊരു പട്ടണമാണ്, സഹസ്രങ്ങളിൽ ഇസ്രായേൽ സഹസ്രങ്ങളിൽ എന്ന് പറഞ്ഞാൽ 1000 പേര് പാർക്കുന്ന ഒരു പട്ടണത്തെ അവരിട്ടിരുന്ന പേരാ സഹസ്രം. അതിൽ ചെറുതായിരുന്നു. എന്നിട്ടും ഇസ്രായേലിൻ്റെ അധിപതിയായിരിക്കേണ്ടുന്നവൻ യേശു ക്രിസ്തു അവിടെ ജനിക്കും എന്ന് അന്ന് പ്രവചിച്ചു. യേശു ക്രിസ്തു ജനിക്കുന്നതിന് 600 കൊല്ലം മുമ്പ് പ്രവാചകർ എഴുതി വെച്ചു.